മനസ്സിലാക്കി. രണ്ടാളുകൾ തമ്മിൽ നന്നാവാൻ കാരണം പറഞ്ഞത്, ഒരുത്തൻ സ്കൂട്ടറായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. വീട്ടിൽ നിന്ന് കയറി എത്തി, അതിൻ്റെ ആൾക്കാരാണ് മൊറയിലങ്ങാടിയിലെത്തി. അവൻ ബൈക്ക് ഒരു സ്ഥലത്ത് പിന്നെ സ്കൂട്ടർ പാർക്ക് ചെയ്ത് കാരണം കോഴിക്കോട്ട് പോവുകയാണ്. അപ്പാണ് ഇവന്റെ ഒരു ശത്രു വരുന്നത്, സംഘടനാ തലത്തിലുള്ളവന്റെ ശത്രു, ഭയങ്കര വൈരം വെച്ചിരിക്കണോല. ഓന്റെ സ്കൂട്ടർ പഞ്ചറായിട്ട് ഇങ്ങനെ തള്ളി വരുന്നുണ്ട്. അപ്പൊ ഇവൻ ചോദിച്ചു, ഇവര് പിന്നെ അങ്ങനെ സംഘടനാ തലത്തിൽ ഭയങ്കര ശത്രുത ഉള്ളവരാണ്, കണ്ടാൽ മുണ്ടലൊന്നുമില്ല. അപ്പൊ ഇവര് ഈ ബൈക്ക് കോഴിക്കോട്ട് പോകാൻ നോക്കുന്ന ആള് പിന്നെ ഇവന്റെ അടുത്തേക്ക് സലാം പറഞ്ഞു എന്ന് ചോദിച്ചു, പിന്നെ എന്ത് ബൈക്ക് ഇതായില്ലേ, അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് പഞ്ചറടക്ക കടലിലല്ലോ, നീ ഞായറാഴ്ച ആണല്ലോ, എന്ത് ചെയ്യാ, അല്ലാതെ എന്തെങ്കിലും ചെയ്യാന്ന്, ജിന്റെ സ്കൂട്ടറായിട്ട് പോയിക്കോ, ഞാൻ ഏതായാലും ഇവിടെ പാർക്ക് ചെയ്യാണ്, ജിന്റെ സ്കൂട്ടറായിട്ട് പോയിക്കോ, എന്നിട്ട് ഞാൻ രാത്രിയൊക്കെ എത്തുള്ളൂ, അപ്പൊ എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ ഞാൻ വിളിക്കാൻ അപ്പച്ചി തിരിച്ചു വന്നാൽ മതി, അതല്ലെങ്കിൽ നീ അന്നത് പഞ്ചർ അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ചാവി ആ കടയിലൂടെയും കൊടുത്താൽ മതിയാണ്. അങ്ങനെ അപ്പന്റെ ബൈക്ക് എന്ത് ചെയ്തു, ഇവിടെ പാർക്ക് ചെയ്തിട്ടിരുന്ന സ്കൂട്ടർ മറ്റവരോടുത്ത്. അപ്പോ എന്ത് ചെയ്തു, അതേറ്റ് പോയി. പിന്നെ വൈകുന്നേരമായപ്പോഴത്തേനും അവിടെ അതൊക്കെ പഞ്ചറക്കാരൊക്കെ കൊടുത്ത് പഞ്ചറൊക്കെ അടിച്ച് ഉഷാറാക്കി. പക്ഷെ ആ ഒരു സമീപനം ഉണ്ടല്ലോ, ഓലെന്ത് ചെയ്തു, നന്നാക്കി തീർത്തു. നേരെ മറിച്ച് ഓമ്പടെ സ്കൂട്ടർ പാർക്ക് ചെയ്ത് കണ്ട് മുണ്ടാതാണ്ട് പോവുകയാണെങ്കിൽ, എന്ത് സ്കൂട്ടർ പഞ്ചറായോ എന്നും കൂടി ചോദിക്കാൻ ചെന്നിട്ടില്ലെങ്കിൽ ആ വൈരം തെയ്യും. പക്ഷെ അവളെ ഇടയിലുണ്ടായ മഞ്ഞുരുക്ക നന്മ കൊണ്ട് എന്ത് ചെയ്തു, തിന്മയെ പ്രതിരോധിച്ചു. അപ്പം ഓന് സ്കൂട്ടർ കൊടുക്കേണ്ട, അൽഹംദുലില്ലാ അങ്ങനെ തന്നെ അടുത്ത ടയർ എന്ത് ചെയ്യണം, പഞ്ചറാവണമെന്നാണ് പറയേണ്ടത്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു, ഇവിടെ എന്റെ സ്കൂട്ടറായിട്ട് പോയിക്കോ, അത് ചെയ്യാൻ പറ്റും നമുക്ക്. അവിടെ നമ്മളെ ഈഗോ സമ്മതിക്കുക അല്ലെ. സാധാരണ പറയാറുണ്ടല്ലോ, പ്രവാചകനെ ഉപദ്രവിച്ച ഒരു സ്ത്രീയിലെ ഒരു കുട്ടി അസുഖമായപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവരെ സന്ദർശിച്ചു. എന്നും പ്രവാചകൻ പോകുന്ന വഴിയിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ് പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ജൂത വനിതയാണ്. അപ്പൊ കുറച്ചു ദിവസം ഈ ഉപദ്രവം കാണാത്തപ്പോൾ പ്രവാചകൻ അന്വേഷിച്ചു, എന്താ കുട്ടിക്ക് എന്ത് പറ്റി, മാലിന്യം ഒന്നും കാണില്ലല്ലോ വഴിയിൽ. അപ്പം ആരോ പറഞ്ഞു അസുഖമായി കിടക്കുകയാണ്. അപ്പൊ നമ്മളെന്താ പറയാ, അൽഹംദുലില്ലാ അതിൽ ഔട്ടാണെന്നാ പറയാ അല്ലെ. തങ്ങളുട്ടിനെ ഉപദ്രവിച്ചു, അതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ആ കുരുത്തക്കേട് പറ്റിയാന്ന് നമ്മൾ പറയാം. പക്ഷെ പ്രവാചകൻ സമയം കിട്ടിയപ്പോ അവരുടെ അടുക്കൽ പോയി രോഗവിവരമൊക്കെ അന്വേഷിച്ച് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് അവരുടെ മനസ്സിനെ മാറ്റിയതാണ്. അത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു കുടുംബസമേതം. ആലോചിച്ചോക്ക്, അതാണ് നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിച്ചാൽ നിന്റെ ബദ്ധവൈരിയെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്, ആത്മമിത്രമാക്കി മാറ്റാൻ സാധിക്കൂ. വൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ആത്മമിത്രമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും. പക്ഷെ അത് വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആയത്ത് അതാണ്, വമാ യുലഖാഹ, അത് ലഭിക്കുകയില്ല ക്ഷമ കൈക്കൊള്ളുന്നവർക്കല്ലാതെ. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം, അള്ളാഹുവിൽ നിന്ന് മഹത്തായ ഭാഗ്യം സിദ്ധിച്ചവർക്കല്ലാതെ ചെയ്യുകയില്ല, അത് ലഭിക്കുകയില്ല. അപ്പൊ ഇണകൾ തമ്മിൽ വരെ തെറ്റാറുണ്ട്. എന്താ, അവിടെ ഞാനല്ലേ, എന്താ ഞാൻ പറഞ്ഞാട് കേട്ടുള്ളവർക്ക് അല്ലെ. അപ്പൊ മൂപ്പർക്ക് എന്താ അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് കേട്ടാല്, ഞാൻ മൂപ്പറ പെണ്ണുങ്ങളല്ലേ എന്തായാലും. അവിടെയാണ് എന്ത് ചെയ്യാറുള്ളത്, തെറ്റാറുള്ളത്. എന്നിട്ട് ഓളോടുക്കാണ്ട് എന്ത് ചെയ്യും, അവിടെ പോയിട്ടുണ്ടാവും അല്ലെ. ഇയാൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, മേപ്പട്ടും കീപ്പട്ടും. ഓള് പോയിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ കൂടി ആളില്ല എന്നുള്ള കോലത്തില്. അത് അങ്ങനെ രണ്ടാളുടെ ഈഗോ നന്നായി വർക്ക് ചെയ്തു. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണം. അവളിൽ നിന്ന് ഒരുപാട് നന്മ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പോരായ്മക്ക് എന്ത് ചെയ്യാം, പോർക്ക. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, സാരമില്ല എന്നുള്ള രീതിയിൽ അത് ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ അവിടെയാണ് എല്ലാ മേഖലകളിലും നന്മ കൊണ്ട് തിന്മയെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല, പക്ഷെ അത് പടച്ചോനാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ നന്മ കൊണ്ട്. അപ്പൊ ഗാന്ധിജി പറഞ്ഞ മാതിരി ഒരു മുഖത്ത് അടിയിട്ടിയാ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക, അങ്ങനൊന്നുമല്ല ഈ പറഞ്ഞിട്ട് അർത്ഥം. പ്രതിരോധം ഏത് ജീവിയുടെയും ജന്മാവകാശമാണ്. ഏത് ആൾക്കും എന്ത് ചെയ്യാം, പ്രതിരോധിക്കാം. പക്ഷെ നന്മയിലൂടെ തിന്മയെ പ്രതിരോധിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും ഫലവത്തായി തീരുക എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അവർക്കാണ് പര്യവസാനം എന്ത് ചെയ്യുക, നന്നായി തീരുക, നല്ല പര്യവസാനം ഉണ്ടായി തീരുക. എന്താണ് ആ നല്ല പര്യവസാനം?
അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ, ജന്നാത്തു അദ്നി നല്ല തോട്ടങ്ങൾ, യദ്ഖുലൂനഹ അതിൽ അവരെന്ത് ചെയ്യും? പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം അവരുടെ പിതാക്കളിൽ നിന്ന് നന്മ ചെയ്തവർ, വഅസ്വാജിഹിം അവരുടെ ഇണകളിൽ നിന്നും, അപ്പൊ മാതാപിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും, വദുരിയാത്തിഹിം അതുപോലെ തന്നെ അവരുടെ മക്കളിൽ നിന്നും. അപ്പൊ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളവർ വേണ്ടെന്ന് തോന്നുന്നു. ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ നന്മ ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പൊ മാതാപിതാക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് നന്മ ചെയ്തവരും അവരോടൊപ്പം എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കണമേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പ്രാർത്ഥനയോട് മാത്രം നടക്കൂല. പിന്നെ എന്ത് വേണ്ടി വരും? ആ കുടുംബം നന്മ ചെയ്യുന്നവരായിരിക്കണം. ഖുർആൻ പ്രത്യേകിച്ച് പറയണോ, അവൻ സ്വലഹ നന്മ ചെയ്തവർ, സ്വാലിഹായിട്ടുള്ള അമലുകൾ ചെയ്തവർ, മിൻ ആബായിഹിം അവരുടെ മാതാപിതാക്കളിൽ നിന്ന്, വഅസ്വാജിഹിം അവരുടെ ഇണകളിൽ നിന്ന്, വദുരിയാത്തിഹിം അവരുടെ മക്കളിൽ നിന്ന്. അപ്പോ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെ മാതാപിതാക്കള്, നമ്മളെ മക്കള്, നമ്മളെ ഇണകള് നമ്മളൊപ്പം ഉണ്ടാവുക. നിങ്ങളുടെ മക്കളിലും ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എവിടെ പറഞ്ഞ്? സൂറത്തു താബുരം. നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഇണകളിലും എന്തുണ്ട്? നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതിങ്ങനെ മക്കളും ഇണകളൊക്കെ ശത്രുക്കളാകുക? പടച്ചവന്റെ കൽപ്പനക്ക് എതിരായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മക്കളും ഇണകളൊക്കെ ആണെങ്കിൽ അവര് ശത്രുക്കളായി മാറുന്ന. പടച്ചവന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മക്കള്, അങ്ങനത്തെ ഇണകള്, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരെന്ത് ചെയ്യുന്ന പറഞ്ഞത്? ശത്രുവായി തീരും. അപ്പം ഭർത്താവ് പുരുഷൻ റബ്ബിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിക്കാൻ സ്ത്രീയെ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മക്കള് പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ വന്നാൽ അവർ ശത്രുക്കളായി തീരും. നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അപ്പൊ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന്. അപ്പൊ ആ രീതിയിൽ ശത്രുക്കളായി തീർന്നാൽ സാധ്യല്ല അല്ലെ? മക്കളെ ഗൾഫിൽ അയക്കുമ്പോ എന്താ പറയല്? എങ്ങനെങ്കിലൊക്കെ 4 പണം ഉണ്ടാക്കി അയക്കി, നമുക്ക് പരപ്പണി പൂർത്തിയാക്കണം അല്ലേ, പെങ്ങളെ കല്യാണം ഉണ്ട്, എങ്ങനെങ്കിലൊക്കെ 4 പണം എന്നാ പറയാറുള്ളത് അല്ലേ? നിങ്ങൾ എങ്ങനെങ്കിലൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കി അയക്കി പോയിട്ട് എന്നാ. എന്താ എങ്ങനെങ്കിലൊക്കെ? അവിടെ സഹാബി വനിത ഉണ്ടല്ലോ അല്ലേ? ജോലിക്ക് പോണ സഹാബിയെ ഉപദേശിക്കുന്ന സഹാബി വനിത ഉണ്ട്. എന്താ പറഞ്ഞത്? ഹറാമ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. എന്താ കാരണം? സൂര്യന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാം, അതുപോലെ വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാം. പക്ഷെ ഹറാമ് കഴിച്ച് നരകത്തിലേക്ക് എത്തേണ്ട ഗതികേട് വന്നാൽ ആ നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹലാല് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, സമ്പാദിക്കാൻ പാടുള്ളൂ അല്ലെ? ചില മാതാപിതാക്കൾ അല്ലെങ്കിൽ വാപ്പാരും മക്കളോട് ചോദിക്കലുണ്ട്, എന്റെ വലിപ്പം നടന്നു നോക്കിയാ എന്റെ മാതിരി തന്നെയല്ല മറ്റോനും അല്ലെ? മറ്റോനെ മാതൃകയായിട്ട് മോഡലായിട്ട് പറഞ്ഞാൽ മറ്റോന്റെ കഥ എന്തേക്കാരോ? ഓന്റെ അടുത്ത് സകല തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടാവും. ഓക്ക് അന്റെ ഒപ്പമുള്ളവരാണ്. ഓ നോക്ക്, ഓ 5 സെന്റ് സ്ഥലം വാങ്ങി പെരെടുക്കാൻ തുടങ്ങി. എന്താ എന്റെ കഥ? അപ്പൊ മറ്റോനെ റോൾ മോഡലായി കാണിച്ചു കൊടുക്കണം. മറ്റോന്റെ അവസ്ഥ എന്താ? ഓൻ ചിലപ്പോ പൊടി വിറ്റിട്ടേക്കാർ എന്ത് ചെയ്യണത്? പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാ. ഓനെ കണ്ടുപഠിച്ചോന്നറിയാം. അങ്ങനെയാണോ പറയേണ്ടത്? അല്ല അല്ലേ? അങ്ങനെ ആവരുത്. ദുനിയാവില് നേട്ടം ഉണ്ടായിട്ടില്ലെങ്കിലും വേണ്ടില്ല, അത്തരത്തിൽ പോകരുത്, പരലോകം നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുത്താലേ മക്കളെന്ത് ചെയ്യുള്ളൂ, നന്നാവുള്ളൂ, വളർന്നു വരുള്ളൂ അല്ലെ? നമസ്കാരവും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ശീലിപ്പിക്കണം. അപ്പം മാതാപിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും നന്മ ചെയ്തവർ, അവർക്ക് വൽ മലായിക്കത്തു യദ്ഖുലൂന അലൈഹിം, ആ സ്വർഗത്തിൽ മലക്കുകൾ അവരുടെ അടുക്കൽ പ്രവേശിക്കും. മിൻ കുല്ലി ബാബ്, എല്ലാ വാതിൽക്കൂടെയും
അപ്പൊ എല്ലാ സ്വർഗീയ കവാടങ്ങളിലൂടെയും മലക്കുകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, അവരുടെ അടുക്കൽ പ്രവേശിക്കും. എന്നിട്ട് എന്താണ് അവരോട് പറയുക? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന്റെ മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്നാണ്. എന്താ കാരണം? ബിമാ സ്വബർത്തു, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടത് നിമിത്തം. എന്താ? ക്ഷമ കൈക്കൊണ്ടു. ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ദീനനുസരിച്ച് ജീവിക്കാൻ. കുടുംബത്തിൽ നിന്ന് എതിർപ്പുണ്ടായി, അതുപോലെ തന്നെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും എതിർപ്പുണ്ടായി. അവിടെയൊക്കെ പിടിച്ചു നിന്നു. അതിനൊക്കെ നല്ല നിലയിൽ ഹസനത്ത് കൊണ്ട് സയ്യിഅത്തിന് എന്ത് ചെയ്തു? പ്രതിരോധിച്ചു. അവിടെയൊക്കെ പിടിച്ചിക്കാൻ സാധിച്ചത് ഹസനത്ത് കൊണ്ട് സയ്യിഅത്തിന് എന്ത് ചെയ്തതാണ്? പ്രതിരോധിച്ചതാണ്. അപ്പൊ അയൽപ്പക്കത്ത് നിന്ന് എതിർപ്പുണ്ടായിരുന്നു ജീവിതത്തിൽ. പല ആധുനിക കാലഘട്ടത്തിലാണെങ്കിലൊക്കെ ചിലപ്പം ഭരണകൂടങ്ങളിൽ നിന്നുണ്ടാവും എതിർപ്പുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനൊക്കെ എതിർപ്പുകളെ വകഞ്ഞു മാറ്റി നാട്ടാർക്ക് ഒപ്പിച്ച് നീങ്ങിയില്ല. അല്ലെ? കുന്നാ നഹൂലു മഅൽ ഖായിലീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്തെങ്കിലും നരകത്ത് കയറാൻ കാരണം നോക്കുമ്പോ നമസ്കാരം ഉണ്ടായിരുന്നില്ല, സാധുക്കൾക്ക് വിഭവങ്ങൾ നൽകിയിരുന്നില്ല. അടുത്ത പറഞ്ഞ കുന്നാ നഹൂലു മിനൽ ഖായിലീൻ. ഈ മുഴുകി പ്രവേശിച്ചവരോടൊപ്പം ഞങ്ങൾ പ്രവേശിച്ചു. നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്തപ്പോ ഞാനും എന്ത് ചെയ്തു? അങ്ങനെ ചെയ്തു. അപ്പൊ നാട്ടുകാരെങ്ങനെ ചെയ്യുന്നു, കുടുംബക്കാരെന്ത് ചെയ്യുന്നു എന്നതിനപ്പുറം എൻ്റെ വിശ്വാസം, എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ ആദർശം, പടച്ചവന്റെ കൽപ്പന, പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, ഇതൊക്കെ നോക്കിയിട്ട് ആ കൽപ്പനകൾക്ക് ഖുർആനിനും സുന്നത്തിനും വിധേയമായി ജീവിക്കാൻ നിങ്ങൾ ഒരുപാട് ക്ഷമ കൈക്കൊണ്ടിട്ടുണ്ട്. ബിമാ സബർതു, അങ്ങനെ ക്ഷമിച്ച് നിങ്ങൾ ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനം. സലാമുൻ അലൈക്കും ബിമാ സബർതുൻ ഫനിഅമ ഉഖ്ബദ്ദാർ. ഫനിഅമ, എത്ര നല്ലതാണ്. നിഅമ അതിന്റെ നേരെ വിപരീതാണ് ബിഇസ. നിഅമ ഉഖ്ബ, പര്യവസാനം. അദ്ദാർ, ഭവനത്തിന്റെ, അഥവാ ഈ ശാശ്വതമായി എത്തിപ്പെട്ട ആ പര്യവസാനം എത്ര നല്ലതാണ് എന്നാണ് മലക്കുകൾ എന്ത് ചെയ്യുക? സൂചിപ്പിക്കുക. അപ്പൊ മലക്കുകൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. സമാധാനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തുകൊണ്ട്? ക്ഷമ കൈക്കൊണ്ട്. അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് കഴിയോ? ക്ഷമിക്കാൻ കഴിയാറുണ്ടോ? അല്ലെ? സഹിക്കാൻ സാധ്യമാണോ? സാധിക്കണ്ടേ? സാധിക്കാറുണ്ടോ? ഒരു ക്ഷമ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ മാത്രമല്ല, ഈ നന്മ ചെയ്യുന്നിടത്ത് ചിലപ്പോൾ ഒരു ക്ഷമക്ക് ആവശ്യമായിട്ട് വരും. നന്മ ചെയ്യുന്നിടത്ത് അല്പം ക്ഷമക്ക് ആവശ്യമായിട്ട് വരും. കുറച്ചൊക്കെ സഹനം ആവശ്യമായിട്ട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുക അല്ലെ, കുറച്ചൊരു ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. കുറച്ചൊരു സഹനം ആവശ്യമുള്ള. എത്ര അവിടെ പോയി കുത്തിർന്നിട്ട് അല്ലെ? അങ്ങനെ വരികയാണെങ്കിലോ, അങ്ങാടിയിൽ പലതും നടക്കുന്നുണ്ട്, അതുപോലെ അപ്പുറം ഇപ്പുറമൊക്കെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രാധാന്യം നൽകി അള്ളാന്റെ കലാമ് പഠിക്കാൻ പ്രാധാന്യം നൽകി വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ട്? കുറച്ചും കൂടി ഒരു ക്ഷമ കൈക്കൊള്ളാനുള്ള, സഹനം കൈക്കൊള്ളാനുള്ള ഒരു തീരുമാനം മനസ്സിലുണ്ടാകണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ക്ഷമ കൈക്കൊണ്ട് നന്മയുടെ മേഖലയിൽ പ്രവർത്തിച്ചു മുന്നേറി നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുത്തു. യഥാർത്ഥ ഉലുൽ അൽബാബായി നിങ്ങൾ മാറി. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗപ്രവേശനമുണ്ട്, സമാധാനമുണ്ട്. എന്നാൽ തിരിച്ചാണെങ്കിലോ, വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസല വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. വല്ലദീന യൻഖുലൂന, നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥമാണ് പറഞ്ഞു നോക്കി. നഖല യൻഖുലു, ലംഘിക്കുക. വല്ലദീന യൻഖുലൂന, ലംഘിക്കുന്നവർ. യൻഖുലൂന അഹ്ദല്ലാഹി, അള്ളാഹുവിന്റെ കരാറിനെ ലംഘിക്കുന്നവർ.
അഹദ് കരാർ, അഹദല്ല അള്ളാഹുവുമായിട്ടുള്ള കരാറിനെ ലംഘിക്കുന്ന ആളുകൾ, മിൻ ബഅദി മീസാഖിഹി കരാറു ചെയ്തതിനു ശേഷം, അതിനെ ഉറപ്പിച്ചതിനു ശേഷം, മിൻ ബഅദി ശേഷം, മീസാഖിഹി ആ കരാറിനെ ഉറപ്പിച്ചതിന് ശേഷം അള്ളാഹുവുമായിട്ടുള്ള കരാറിനെ ലംഘിക്കുന്നവർ. അപ്പൊ അള്ളായിട്ടുള്ള കരാറ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഇന്ന് കരാറ്? മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം നൽകാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ പടച്ചവന് വിറ്റിട്ടുണ്ട് നമ്മള്. എന്ത്? എന്താ വിറ്റ്? അംവാലവും അംഫുസവും, നമ്മളുടെ ദേഹവും നമ്മളുടെ സമ്പത്തും നമ്മൾ വിറ്റിട്ടുണ്ട്. സൂറത്തു തൗബയിലെ എത്രാമത്തെ ആയത്ത്? എത്രാമത്തെ ആയത്ത്? 111. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 111 ആയത്ത്. അവിടെ പറഞ്ഞിട്ടുണ്ട് അവർ യുദ്ധം ചെയ്യും, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടേക്കാം, ശത്രുവിനെ അവർ കൊന്നേക്കാം. അപ്പൊ സമ്പത്തും വാങ്ങിയിട്ട് അല്ല, ദേഹവും വാങ്ങിയിട്ടുണ്ട്. അല്ലായിട്ടുള്ള കരാറ് മാത്രമല്ല, അലസ്തു ബി റബ്ബിക്കും എന്ന് റബ്ബ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന്. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാലു ബല, അതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഹ്റാഫിലുണ്ടാവും. എത്ര? 175 അങ്ങാണ്ടാണ് എന്റെ ഓർമ്മ. ആലമുൽ അർവാഹിൽ വെച്ചിട്ട് മനുഷ്യരെ മുഴുവൻ അല്ല ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ട് അതെ ബല, അതെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സാക്ഷികളാണ് എന്ന്. അപ്പൊ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ റബ്ബുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറുണ്ട്, ആ കരാറിനെ ലംഘിക്കുന്നവർ പിന്നെ അവർ മുറിച്ചു കളയുന്നു, ബന്ധങ്ങളെ അവർ മുറിക്കുന്നു. മാ അമറല്ല, അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, ബിഹി അതിനെക്കുറിച്ച് അയ്യൂസല ചേർക്കണമെന്ന്. അള്ളാഹു ചേർക്കണമെന്നു കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ. അപ്പൊ പടച്ചവൻ ചേർക്കാൻ കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഇണകൾ തമ്മിലുള്ള ബന്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, അയൽവാസികൾ തമ്മിലുള്ള ബന്ധം, സാമൂഹിക തലങ്ങളിലുള്ള ബന്ധങ്ങളുണ്ട്. അതുപോലെ അള്ളായിട്ടുള്ള നമ്മളുടെ ബന്ധം, ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടതാണ്. അപ്പൊ ആ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആളുകൾ, അതാണ് വല്ലദീന അവർ മുറിച്ചു കളയുന്നു, അവർ മുറിച്ചു കളയുന്നു. മാ അമറല്ലാഹു അല്ല കൽപ്പിച്ചിട്ടുണ്ട്, ബിഹി ആ ബന്ധത്തെ കുറിച്ച് അയ്യൂസല ചേർക്കണമെന്ന്. വസല അപ്പൊ ചേർക്കപ്പെടണമെന്ന് അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരാണവർ. അപ്പൊ രണ്ടു ദുർഗുണാണ് പാടെ പറഞ്ഞത്. ഒന്നെന്താണ്? അള്ളായിട്ടുള്ള കരാറിനെ ലംഘിക്കുക. രണ്ടാമത്തെ ദുർഗുണം എന്താണ്? അള്ളാഹു ചേർക്കണമെന്ന് കൽപ്പിച്ച ബന്ധങ്ങളെ ചെയ്യുന്നവർ, അതിനെയും മുറിച്ചു കളയുന്നവർ. മൂന്നാമത്തെ ദുർഗുണം വയുഫ്സിദൂന ഫിൽ അർള്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ഒരു ചെയ്യുക, കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് ചെയ്യുക. യുഫ്സിദൂന അവർ കുഴപ്പമുണ്ടാക്കും, ഫിൽ അർള് നാട്ടില്. അപ്പൊ സമാധാനത്തോടു കൂടി പോകുന്ന പ്രദേശങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? കുഴപ്പമുണ്ടാക്കുക. അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ഉലായിക ലഹുമുൽ ലഅന, ഉലായിക എക്കൂട്ടർ, ഈ പറഞ്ഞ ദുസ്വഭാവമുള്ള കൂട്ടര്, 3 ദുസ്വഭാവങ്ങളുള്ള ഈ കൂട്ടർ, ഉലായിക ലഹും അവർക്ക് അല്ലഅനതു അല്ലാഹുവിന്റെ ശാപമുണ്ടായിരിക്കും, ലഅനത്തുണ്ടായിരിക്കും. വലഹും സൂഉദ്ദാർ അവർക്കാണ് വളരെ മോശപ്പെട്ട ഭവനമുള്ളത്. നേരത്തെ പറഞ്ഞ ഉഖുബദ്ദാർ എന്നാണ്, ഭവനത്തിലെ നല്ല പര്യവസാനം, സ്വർഗം നേടിയെടുക്കുന്നവർ അവരാണ്. ഇതോ സൂഉദ്ദാർ ഭവനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഭവനം അഥവാ നരകം അവർക്കായിരിക്കുന്നു. ആലോചിച്ച് നോക്കി, അള്ളായിട്ടുള്ള കരാറ് പാലിച്ചിട്ടുണ്ടോ നമ്മൾ? പടച്ചോനായിട്ടുള്ള കരാറ്, റബ്ബായിട്ടുള്ള കരാറുകളുണ്ട്.
ഇപ്പൊ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാം, അഥവാ അള്ളാഹിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കാം, പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാം. ഇതൊക്കെ അള്ളായിട്ടുള്ള കരാറുകളാണ്. അതുപോലെ തന്നെ ആ കരാറിനെ ലംഘിക്കാതെ അള്ളാഹ് ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയാതെ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടും. അല്ല തിരിച്ചാണെങ്കിലോ അവർക്കാണ് ഉദ്ധാറുള്ളത് എന്ന്. അപ്പൊ നമ്മള് പഠിക്കേണ്ടത് ഇത് പഠിച്ചാലേ നമ്മളുടെ ജീവിതത്തിൽ എന്ത് വേണം നമ്മൾ ആലോചിക്കണം. അപ്പൊ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കണം, അള്ളായിട്ടുള്ള കരാറിനെ ലംഘിക്കലാകുമോ എൻ്റെ ഈ പ്രവർത്തനം? അള്ളായിട്ടുള്ള കരാറിനെ ലംഘിക്കലാകുമെങ്കിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പം ബന്ധങ്ങളൊക്കെ മെല്ലെ മുറിച്ചു കളയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഓലായിട്ടുള്ള ബന്ധം ചെന്ന് വേണ്ട എന്ന് പറഞ്ഞാല് നല്ല നിലയിൽ മുന്നോട്ട് പോവേണ്ടതിന് പകരം ആ ബന്ധങ്ങളൊക്കെ മുറിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കല്യാണം പറഞ്ഞില്ല, തക്കാരം പറഞ്ഞില്ല, നിശ്ചയം പറഞ്ഞില്ല എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറ്റങ്ങൾ ഉണ്ടാവുക. എന്നിട്ട് അതിന്റെ പേരിലൊക്കെ സുദൃഢമായിരുന്ന ബന്ധങ്ങളെ തമ്മിൽ തെറ്റി അതിനു വേണ്ടി വർത്താനം ഉണ്ടാക്കിയിട്ടൊക്കെ ഒഴിവാകുന്ന ആളുകളൊക്കെ ആയിരിക്കും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അത് ചിലപ്പോഴും ഉദ്ധാറിലേക്ക് എത്തിക്കുമെന്നാണ് ഖുർആൻ എടുത്തു പറയുന്നത്. ഇനി അപ്പൊ ആരാണ് ഉലുൽ അൽബാബ് എന്ന് വിശദീകരിച്ചു. ഉലുൽ അൽബാബിനുള്ള സങ്കേതം എന്താണ് എന്ന് പറഞ്ഞു. എന്നാൽ ഉലുൽ അൽബാബിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഉദ്ധാറാണുള്ളത് എന്ന് പറഞ്ഞു. ഇനി അപ്പൊ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കണല്ലേ. അപ്പൊ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോഴും ബുദ്ധിമുട്ടല്ലേ ഈ ദുനിയാവിലെങ്ങനെ? അപ്പൊ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ഇത് ദുനിയാവല്ല, കുറച്ചൊക്കെ അങ്ങനെയല്ല പറഞ്ഞു. സംഗതി ആ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടെ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതൊന്നും വിചാരിച്ചു നടന്നാൽ എന്ത് ചെയ്യൂല, ജീവിച്ചു പോകില്ല. അങ്ങനെയല്ല പറയാറുള്ളത്. സംഗതി ആ പറഞ്ഞതൊക്കെ ശരിയാണ്, അങ്ങനൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ദുനിയാവിന് പകരമൊക്കെ നടക്കുവോ? ഇത് ഇന്ത്യ മഹാരാജ്യല്ലേ, നമുക്ക് അങ്ങനൊക്കെ ദുനിയാവിന് കുറച്ചൊക്കെ ഇത് വേണ്ടി വരൂലേ എന്താ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ വിഭവമൊക്കെ കിട്ടണമെങ്കിൽ അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർക്ക്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അള്ളാന്റെ മറുപടിയാണ് അള്ളാഹു യബ്സുത്തു റിസ്ക ലിമൻ യശാ. അള്ളാഹുവാണ് യബ്സുത്തു വിശാലമാക്കി നൽകുന്നവൻ. ബസത്ത യബ്സുത്തു എന്ന് പറഞ്ഞാൽ വിശാലമാക്കി നൽകി. റിസ്ക വിഭവങ്ങളെ വിശാലമായി നൽകുന്നവൻ അള്ളാഹുവാണ്. ലിമൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയഖ്ദിറു അവൻ വിഭവങ്ങളെ ചുരുക്കി കളയുകയും ചെയ്യുന്നതാണ്, കണക്കാക്കി കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലിട്ട് മമ്മും ബാക്കി അലവിന് കൊടുക്കണം. എന്താ എണ്ണിച്ചുട്ടപ്പം എന്നൊക്കെ പറയില്ലേ, കണക്കാക്കി കൊടുക്കും. രണ്ടും ചെയ്യണവൻ അള്ളാഹുവാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ചിന്തിക്കാറുള്ളത് എൻ്റെ പ്ലാൻ എൻ്റെ പദ്ധതിയൊക്കെയാണ്. അങ്ങനെ പോയാലും ഇപ്പം മറ്റേത് നഷ്ടപ്പെടൂല, ഇങ്ങനെ പോയാലും മറ്റേത് നഷ്ടപ്പെടൂലേ, ഇങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. അല്ല, റബ്ബാണ് എന്ത് ചെയ്യുന്നത്, രണ്ടും നൽകുന്നവൻ. യബ്സുത്തു റിസ്ക വിഭവങ്ങളെ വിശാലമായി നൽകുന്നവൻ അവനാണ്. അതോടൊപ്പം തന്നെ അതിനെ കുടുസാക്കി കളയുന്നവരും അള്ളാഹുവാണിത്. ഈ സൂറത്തു നിസാ എടുത്തു നോക്കിയാൽ അവിടെ ഒരായത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. ദുനിയാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഓർമ്മണ്ടോ, ദുനിയാവും ആഖിറവും അള്ളാന്റെ അടുക്കലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരായത്ത് ജമാലോ ഓർമ്മണ്ടോ? ദുനിയാവും ആഖിറവും അള്ളാന്റെ അടുക്കലാണ്, ഞാൻ നിങ്ങളോടും നിങ്ങളുടെ മുൻഗാമികളോടും ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത്. ഇവിടെ 100 നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ്. ആ തലയായിട്ട് കിട്ടണില്ല. അപ്പോ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും 130 സംതിങ് ആയിരിക്കും. 31 എടുത്തു നോക്കിയാട്ടെ, 131 ആയത്ത്. വായിച്ചു നോക്കിയാട്ടെ. വലില്ലാഹി
വലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർള് അല്ലേ? ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. എന്നിട്ട് അള്ളാഹ് പറയാം വലക്കത് വസൈന, നാം ഉപദേശിച്ചിട്ടുണ്ട് അല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള അഹ്ലു കിതാബിനോട് നാം ഉപദേശം നൽകിയിട്ടുണ്ട്. വയ്യാക്കും, ഇങ്ങളെയും ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോ മുൻഗാമികളായിട്ടുള്ള ജൂത ക്രിസ്തീയമാരെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങളെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപദേശിച്ചിട്ടുണ്ട്. എന്താ ഉപദേശിച്ചത്? അരിത്തക്കുള്ള, അള്ളാനെ സൂക്ഷിച്ചോളിണ്ട് കേട്ടോ. അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചോളിണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാന്റെ കൽപ്പനക്ക് എതിരായി ജീവിക്കേണ്ട. വൈ തക്കുഫുറു, ഇനി നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കാതെ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്താ അള്ളാഹ് പറഞ്ഞത്? ഫഇന്നലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് ആർക്കുള്ളതാണ്? അള്ളാഹ്ക്ക്. ഇവിടുത്തെ വിഭവല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്താ നമുക്കിപ്പോ വിഭവം കിട്ടുന്ന എന്താണ്? ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമാണ്. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു അള്ളാഹ്ക്കുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചോളി. അഥവാ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും കിട്ടണോ? അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചോളേണ്ടി. ഇനി അല്ല, അതുകൊണ്ടൊന്നും ഇവിടെ ഒരു നേട്ടമില്ല, കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ പിന്നെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിച്ചാലേ കിട്ടുള്ളൂ, റബ്ബിന്റെ കൽപ്പനയൊക്കെ ലംഘിക്കുന്ന രീതിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ, നിങ്ങൾ കുഫറിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി എന്താണ് വലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർള്, ആകാശഭൂമികളിൽ ഉള്ളത് ആർക്ക് തന്നെയാണ്? അള്ളാഹുവിനുള്ളത് തന്നെയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു ആണ് വനിയും ഹമീദും, സ്തുത്യർഹനും അതുപോലെ തന്നെ ഐശ്വര്യവാനുമായിട്ടുള്ളവൻ ആരാണ്? അള്ളാഹാണ്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കലാണ് ഐശ്വര്യം ഉള്ളത്. അപ്പൊ അള്ളാഹിന്റെ കൽപ്പനയെ വിട്ട് ഐശ്വര്യം തേടിയിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് ദുനിയാവിൽ നിന്ന് അല്ലെങ്കിൽ ആകാശഭൂമികളിൽ നിന്ന് ഹൈറും ബർക്കത്തും പ്രതീക്ഷിച്ചിട്ട് എന്തില്ല? കാര്യമില്ല. കാരണം അള്ളാഹ് ഉദ്ദേശിച്ചോൽക്ക് അത് എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളൂ. അടുത്ത ആയത്തും കൂടി വായിച്ചു നോക്കിയാട്ടെ. വലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർള്. വീണ്ടും പറയാം, ആവർത്തിച്ച് പറയാം. ഇപ്പൊ മൂന്നാമതാണ് പറയേണ്ടത്. ആദ്യത്തെ 31-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, അവസാനത്തിലും പറഞ്ഞു. 32-ാമത്തെ 132-ാമത്തെ ആയത്തിന്റെ ആരംഭത്തിൽ വീണ്ടും പറയാം വലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർള്, ആകാശഭൂമികളിലുള്ളത് അള്ളാഹ്ക്കുള്ളതാട്ടോ. വ കഫാ ബില്ലാഹി വക്കീല, വക്കീലായിട്ട് ആര് മതി? അള്ളാഹ് മതി. വക്കീലായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനായിട്ട് ആര് മതി? അള്ളാഹ് മതി. കാരണം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ അധിപൻ ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് യുദീബുക്കും അയ്യുഹന്നാസ്, ജനങ്ങളെ അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ അവൻ നശിപ്പിച്ചു കളയും. വൈ എത്തി ആഹരീന, വേറുള്ളൊരു സമൂഹത്തിൽ കൊണ്ടുവരും. വക്കാനുള്ള വലാതാലിക്ക ഖദീറ, അള്ളാഹ്ക്ക് അതിന് കഴിയും. അടുത്തത് ആലോചിച്ച് നോക്കി, അടുത്ത ആയത്തൊന്നു കൂടി. മൻകാന യുരീദു സവാബ ദുനിയ, ദുനിയാവിലെ സവാബ് പ്രതിഫലമാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്, ദുനിയാവാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്. ഫഇൻദല്ലാഹി, അള്ളാന്റെ അടുക്കലാണ് സവാബു ദുനിയ, ദുനിയാവിലെ പ്രതിഫലവും, വൽ ആഖിറ, ആഖിറത്തിലെ പ്രതിഫലവും ആരിൽ തന്നെയാണ്? അള്ളാന്റെ അടുക്കൽ തന്നെയാണ്. വക്കാനല്ലാഹു സമീഅൻ ബസീറ, അള്ളാഹ് കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അല്ലെ? അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാ, എല്ലാം കാണുന്നവനാണ്. അള്ളാഹ് എല്ലാം കേൾക്കും, അള്ളാഹ് എല്ലാം കാണും. ആഖിറത്തിലെ പ്രതിഫലവും അള്ളാന്റെ അടുക്കലാണ്, ദുനിയാവിലെ പ്രതിഫലവും സവാബും അള്ളാന്റെ അടുക്കൽ. അപ്പം ദുനിയാവും ആഖിറും കിട്ടണമെങ്കിൽ ബുദ്ധിയുള്ള എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. കാരണം രണ്ടും ആരുടെ അടുക്കലാണ്? അള്ളാന്റെ അടുക്കലാണ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാറുണ്ടോ? നമ്മൾ ചിന്തിക്കൽ എന്താ? ദുനിയാവിൽ ചിലതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേടിയെടുക്കാൻ പറ്റൂല എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അല്ല, അള്ളാഹു യബ്സുത്തു റിസ്ക ലിമൻ യശാഉ വ യഖ്ദിറു, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അള്ളാഹ് റിസ്ക് വിഭവങ്ങൾ വിശാലായിട്ട് കൊടുക്കും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യൂല, അള്ളാഹ് കുറച്ച് ചുരുക്കി കളയും ചെയ്യും. അത് അള്ളാഹ് തീരുമാനിച്ചതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. സൂറത്തു ഇസ്രായിൽ കാണാം 17-18 വചനങ്ങളിൽ മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത്. ആരെങ്കിലും ദുനിയാവാണ് ആഗ്രഹിച്ചത് എങ്കിൽ ദുനിയാവിൽ നാം ഉദ്ദേശിച്ചത്ര അവന് കൊടുക്കും. അവിടെയും ദുനിയാവ് ഒന്നായിട്ടൊന്നും അള്ളാഹ് എന്ത് ചെയ്യൂല, തരൂല. അള്ളാഹ് ഉദ്ദേശിച്ചതേ എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ. ഇനി ആഖിറത്ത് ഉദ്ദേശിച്ച് അതിൻ്റെതായ ജോലി ചെയ്താൽ അവനെന്ത് ചെയ്യും, അത് ലഭിക്കും. എന്നിട്ടാണ് ആയത്ത് പറഞ്ഞത് കുല്ലൻ ഉമിദു ഹൗലായി ഹൗലായി വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറ എന്ന് പറഞ്ഞത്. രണ്ടു കൂട്ടരെയും അള്ളാഹ് സഹായിക്കും.
അള്ളാഹിന്റെ സഹായം തടഞ്ഞു വെക്കൊന്നുമില്ല. ദുനിയാവ് ആഗ്രഹിച്ച് ജീവിക്കുന്നവർക്കും അള്ളാഹ് സഹായം കൊടുക്കും ദുനിയാവില്. ആഖിറം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരും ദുനിയാവിൽ അള്ളാഹ് എന്ത് ചെയ്യും? സഹായം കൊടുക്കും. രണ്ടൂട്ടർക്കും കൊടുക്കും. അത് അള്ളാഹിന്റെ ഒരു നടപടിക്രമമാണ്. അള്ളാഹ് അർറഹ്മാനാണ്, പരമകാരുണ്യകനാണ് എന്നെടുത്ത് പറഞ്ഞ്. അപ്പം ബുദ്ധി ദുനിയാവ് കിട്ടണമെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കണം, ആഖിറം കിട്ടണമെങ്കിലും എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് അടുക്കണം. രണ്ടും കിട്ടാൻ ആരുടെ തീരുമാനം വേണം? അള്ളാഹുവിന്റെ ഉദ്ദേശം വേണം, തീരുമാനം വേണം. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് എന്താ? നമ്മൾ ചിന്തിക്കാനെന്താ? തിരിച്ചാണ്. ഈ ദുനിയാവ് ഇങ്ങനെ കായ് കിട്ടിയത് ഇന്റെ പ്ലാന്, ഇന്റെ പദ്ധതി ഇല്ലേ ഒക്കെയാണ് എന്ന് ആണ് ചിന്തിക്കാറുള്ളത്. അത് ശരിയല്ല. അപ്പം ബുദ്ധി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കലാണ്. കാരണം അള്ളാഹുവാണ് റിസ്ക് വിശാലമായി നൽകുന്നവൻ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വയഖ്ദിറു. എന്നാൽ അവർ സന്തോഷിക്കുന്നു ബിൽ ഹയാത്തി ദുന്യ, ഇഹലോക ജീവിതം കൊണ്ട് അവർ സന്തോഷിക്കുന്നു. ആര് സന്തോഷിക്കുന്നു? അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ കുഫറിൽ അകപ്പെട്ട് ജീവിക്കുന്നവർ ദുനിയാവ് കിട്ടുമ്പോൾ അതിലെന്ത് ചെയ്യുന്നു? അവർ സന്തോഷിക്കുന്നു. നല്ല വീട്, നല്ല വാഹനം, നല്ല ഭക്ഷണം, നല്ല കുടുംബം, അതൊക്കെ ആവുമ്പോ ഹോ ഞാൻ വിജയിച്ചു, ഉഷാറായി. ദുനിയാവ് നേടിയെടുക്കുന്നതിലൂടെ അവരെന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. അതാ വഫരിഹു ബിൽ ഹയാത്തി ദുന്യ അല്ലെ. അതാണ് മനുഷ്യന്റെ ഒരു വമൽ ഹയാത്തി ദുന്യ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ്. എന്നിട്ട് അള്ളാഹ് പഠിപ്പിക്കാണ് വമൽ ഹയാത്തി ദുന്യ, ഇഹലോക ജീവിതമല്ല തന്നെ, ഫിൽ ആഖിറതി, ആഖിറവുമായി തുലനം ചെയ്യുമ്പോൾ ഇല്ലാ മതാഅ്, ചെറിയ ഒരു വിഭവം മാത്രമാണ്. ഇല്ലാ മതാഅ് ഹയാത്തു ദുന്യ. സത്യനിഷേധിയുടെ അവസ്ഥ പറയാണ്. ഹയാത്തു ദുന്യ കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഇഹലോക ജീവിതത്തിൽ അവൻ തൃപ്തിപ്പെടുന്നു. അങ്ങനല്ലേ സൂറത്ത് ഫജ്റിൽ പറഞ്ഞ എന്താണ്? വമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു. അതിന്റെ മുമ്പ് ഇദാ മബ്തലാഹു, അതിന്റെ മുമ്പ് ഇദാ മബ്തലാഹു ഫഖദറ റിസ്ഖു, അതിന്റെ മുമ്പ് പറഞ്ഞല്ലോ വിശാലമാക്കി കൊടുത്താൽ വഅക്രമഹു വനഅമഹു അല്ലേ, അക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി, പടച്ചോന്റെ ഒപ്പാണ് പൊട്ടോ അല്ലേ. വിശാലമായിട്ട് നൽകി, ഒക്കെ ഉഷാറാണ്, എല്ലാം തൊട്ടതൊക്കെ പൊന്നാവുകയാണ്. അപ്പൊ പറയില്ല, നമ്മളും പറയും പടച്ചോ പോന്റെ ഒപ്പാണ് കേട്ടോ. എന്നാലോ വമ്മൈദാ മബ്തലാഹു അല്ലെ ഫഖദറ അലൈഹി റിസ്ഖഹു, ഓരോന്ന് പരീക്ഷിച്ചു, അവന്റെ റിസ്ക്കൊക്കെ ഒന്നാണ് കുടുസായാൽ ഫയഖൂലു റബ്ബി അഹാനൻ, അപ്പൊ പറയും പടച്ചോനെ കൈവിട്ടിരിക്കുന്നു അല്ലെ, എന്നെ പടച്ചോൻ നിന്ദിച്ചിരിക്കുന്നു. അത് നമ്മളും വിലയിരുത്തും, പടച്ചോൻ പോരപ്പല്ലോ അല്ലേ, ഓനെ എന്തൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, അപ്പൊ ഒന്നും ശരിയാവണില്ലല്ലോ നമ്മൾ പറയും. അപ്പൊ ദുനിയാവ് ഇങ്ങനെ കിട്ടണതിനനുസരിച്ച് മനുഷ്യൻ വിലയിരുത്തുന്നതാണ്. എന്താണ്? ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ദുനിയാവിലെ നേട്ടങ്ങളാണ് യഥാർത്ഥ നേട്ടം എന്ന് തെറ്റിദ്ധാരണയാണ്. ഇഹലോക ജീവിതത്തിൽ അള്ളാഹ് ഉദ്ദേശിച്ച ആളുകൾക്ക് വിശാലമായിട്ട് വിഭവങ്ങളൊക്കെ നൽകും. ആ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പെടും. ആരോഗ്യം, സമ്പത്ത്, അതുപോലെ തന്നെ ഭക്ഷണം, വാഹനം, പാർപ്പിടം, അതൊക്കെ വിശാലമായിട്ട് അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അള്ളാഹ് ചെയ്യും, കൊടുക്കും. എന്നാ വേറെ ചിലരുടേത് അള്ളാഹ് ചെയ്യും വയഖ്ദിറു, അവരെന്ത് ചെയ്യും? കണക്കാക്കി കൊടുക്കും, പിടിച്ചു കൊടുക്കും. അത് റബ്ബിന്റെ ഒരു നിലപാടാണ്. അഹും യക്സിമൂന റഹ്മത റബ്ബിക എന്ന ചോദ്യമുണ്ട്, സൂറത്ത് സുഖ്റൂഫിലാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവരാണോ വിഭജിച്ച് നൽകുന്നത്? ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നിട്ട് അവിടെ അള്ളാഹ് എടുത്തു പറയുന്നുണ്ട് നഹ്നു ഖസംന ബൈനഹും മഈശതഹും, അവരുടെ ജീവിത മഈശത്ത്, സാധാരണ നമ്മൾ പറയില്ല മഈശത്തിന് വേണ്ടിയിട്ടാണ് ഇത്, അവന്റെ ജീവിത വിഭവങ്ങൾ നാമാണ് എന്ത് ചെയ്യുന്നത്? വിഭജിച്ച് നൽകുന്നത്.
അപ്പം നല്ല ഭക്ഷണം ഒരാൾക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം, റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണ്. നല്ല ഭക്ഷണം ലഭ്യമായില്ല എങ്കിൽ അവിടെയും അൽഹംദുലില്ലാ ക്ഷമ കൈക്കൊള്ളണം. കാരണം അള്ളാഹു ആണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, വിഭജിച്ച് നൽകുന്നത്. അവിടെ തവക്കുലാക്കണം. ആരില്? അള്ളാഹുവില്. തവക്കുലാക്കിയാൽ എങ്ങനെയാന്നാ പറഞ്ഞത്? മേടയൊട്ടി പോകുന്ന പറവല്ലേ, രാവിലെ മേടയൊട്ടിയാണ് എന്ത് ചെയ്യുന്നത്, പറവ കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പക്ഷെ ബിത്താനാന്നാ പറഞ്ഞത്. ആ മേട വയറ് നിറച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, തിരിച്ചു വരുന്നത്. ആ റബ്ബിൽ തവക്കുലാക്കുന്നവര് ഈ രീതിയിൽ അള്ളാഹ് എന്ത് ചെയ്യും, വിഭവങ്ങൾ നൽകും. അപ്പൊ ദുനിയാവിൽ വിഭവം കിട്ടി എന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ടതില്ല. അത് റബ്ബിന്റെ ഒരു തീരുമാനമാണ്. എന്നാൽ ദുനിയാവിൽ വിഭവം കിട്ടിയവനും അല്ലാത്തവനും പരലോകത്തെയാണ് കാക്ഷിക്കേണ്ടത്. കാരണം വമൽ ഹയാത്തുദ്ദുന്യാ ഫിൽ ആഖിറതി ഇല്ലാ മതാഉ. ഇഹലോക ജീവിതം നമ്മൾ ആഖിറവുമായി തുലനം ചെയ്താൽ അത് ചെറിയ ഒരു വിഭവം മാത്രമാണ്. ഇവിടുത്തെ ഒരു ദിവസം എത്ര? 24 മണിക്കൂറില്ലേ. പരലോകത്തിലുള്ള ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ എങ്ങനെ പറഞ്ഞേ? അതിന് 50 അൽഫ സന എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അൽഫ സന എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷം അല്ലെങ്കിൽ 50,000 വർഷം. എന്താ ഈ ദിവസമൊക്കെ മാറുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ കണക്കല്ലേ. ഭൂമിയുടെ ചലനവും അതുപോലെ തന്നെ സൂര്യന്റെ ചലനവുമാണ് ദിവസവും വർഷവും ഒക്കെ എന്ത് ചെയ്യുന്നത്, മാറി വരുന്നത്. നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ മുകളിലൂടെ പോയല്ലേ നമ്മളെ മറ്റേ കേന്ദ്രം. ഏത് കേന്ദ്രം? നമ്മൾ ബഹിരാകാശത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കേന്ദ്രം ഉണ്ട്, എന്താ പറയാൻ പറ്റുമോ? സ്പേസ് സെന്റർ, ഇന്റർനാഷണൽ സ്പേസ് സെന്റർ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 45 മിനിറ്റാണ് ഒരു പകല്, 45 മിനിറ്റാണ് രാത്രി. ഓരോ 45 മിനിറ്റ് കഴിയുമ്പോഴും രാവും പകലും മാറി വരും. അതിന്റെ കാരണം ഭൂമിയെയാണ് അത് വലയം ചെയ്യുന്നത്. 45 മിനിറ്റോട് ഭൂമിയിൽ പകലുള്ള ഏരിയ അത് തരണം ചെയ്യും. അടുത്തത് പിന്നെ ഭൂമിയിൽ ഇരുട്ടുള്ള ഏരിയയാണ്. അപ്പൊ അതിന്റെ സംവിധാനം അങ്ങനെയാണ്. അപ്പോ 1000 വർഷം എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഈ സൂര്യന്റെയും ഭൂമിയുടെയും ചലനം കുറച്ചു കഴിഞ്ഞാൽ എന്തേക്കാരോ വേഗത കുറച്ചു കൂട്ടിക്കോളി. അപ്പൊ എന്തേക്കാരോ ദിവസത്തിന്റെ ദൈർഘ്യം എന്ത് ചെയ്യും, കൂടും. 24 മണിക്കൂർ എന്നുള്ളത് എന്ത് ചെയ്യും, കൂടും. അപ്പൊ ചിലപ്പോ അത് 1000 ദിവസമൊക്കെ ആക്കി മാറ്റാൻ ചെയ്യും കഴിയും. അപ്പൊ പഠിച്ചവർ സ്ഥലകാല സങ്കല്പങ്ങൾക്ക് എന്താണ്, അതീതനാണ്. അപ്പൊ അവിടെ ഉള്ള ഒരു ദിവസം ഇവിടെ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷമാണ്. അപ്പൊ തിരിച്ചാലോചിച്ചു കേട്ടോ നിങ്ങൾ, ഇവിടെ നമ്മൾ 100 കൊല്ലം ജീവിച്ചു, അത്രയല്ലേ കിട്ടുള്ളൂ. ഇവര് എന്തായാലും ഇപ്പൊ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് 100 കൊല്ലം അടിച്ചു പൊളിച്ചു ജീവിച്ചു, ആവശ്യമുള്ളതൊക്കെ കിട്ടി. പക്ഷെ പരലോകത്തിലെത്തുമ്പോൾ 100 കൊല്ലം അവിടെ ജീവിച്ചത് ഒരൊറ്റ ദിവസം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ പോയില്ലേ. കാരണം ഇവിടെ കണക്കാക്കിയ 1000 വർഷമാണ് അവിടുത്തെ ഒരു ദിവസം. ഇവിടെ 100 കൊല്ലം നമുക്ക് എന്തേ കഴിഞ്ഞിട്ടുള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരൊറ്റ ദിവസത്തെ ശിക്ഷ കൊണ്ട് എന്ത് ചെയ്യും, ഇവിടുത്തെ അടിച്ചുപൊളിയൊക്കെ എന്ത് ചെയ്യും, തീരും. ഇനി തിരിച്ചാണെങ്കിലോ ആലോചിച്ച് നോക്കിയാട്ടെ, 100 കൊല്ലം നമ്മൾ ഇവിടെ ജീവിച്ചു, വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചു. എന്തിനാ പ്രയാസപ്പെട്ടത്? അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചു. പക്ഷെ അവിടെ എത്തിയിട്ട് ഒരൊറ്റ ദിവസത്തെ സുഖജീവിതം കൊണ്ട് എന്ത് ചെയ്യും, മുതലാവും. കാരണം അടുത്തൊരൊറ്റ ദിവസം തന്നെ അവിടുത്തെ 1000 വർഷത്തിന് സമാനമാണ്, അല്ലെങ്കിൽ 50,000 വർഷത്തിന് സമാനമാണ്. അപ്പോ ഏതിനാണ് പ്രാധാന്യം നൽകേണ്ടത്? ആഖിറത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത്, ദുനിയാവിനാണോ പ്രാധാന്യം നൽകേണ്ടത്? ആഖിറത്തിനാണ് എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം നൽകേണ്ടത്. അപ്പൊ ദുനിയാവും ആഖിറവും വെച്ച് നോക്കിയാൽ ആഖിറത്തിനെ അപേക്ഷിച്ച് ദുനിയാവ് എന്താന്നാ പറഞ്ഞത്? ഇല്ല, മത്താഴ് ഒരു സുഖവിഭവം മാത്രമാണിത്. മത്താഴ് ദുന്യ അല്ലെ. ഈ സുഖവിഭവങ്ങളൊക്കെ മാറി വരും. പണ്ട് പേജറൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടന്നില്ലേ ആൾക്കാർ? പേജറ് മൊബൈൽ വരുന്നതിന്റെ ഒരു പേജർ ഇല്ലേ, ഒരു സാധനം ഇല്ലേ, അങ്ങനെ. അത് കഴിഞ്ഞ് അത് ഒരു കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു, ഔട്ട് ഓഫ് ഫാഷൻ ആയി ഇല്ലേ, പറ്റപ്പോയി. ഇനിയിപ്പോ ഈ വലിയ പലകൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഔട്ട് ഓഫ് ഫാഷൻ. ഇപ്പം തന്നെ വാച്ചിലാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ, കൈമ കെട്ടിപ്പോയാൽ മതി, എന്ത് ചെയ്യും. അങ്ങനെ ഓരോ ഈ ദുനിയാവിലെ മത്താഴ് എന്ന് പറഞ്ഞാൽ അതെന്താ, ഒന്നുമല്ല, പെട്ടെന്ന് പോകുന്നത് അല്ലേ.
ടെലിവിഷൻ വന്നപ്പോൾ റേഡിയോ ഒക്കെ വന്നപ്പോൾ റേഡിയോ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. വലിയ മുതലാളിമാരുടെ മക്കള് ഒരു റേഡിയോ ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഒരു വയലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അത്ഭുതം റേഡിയോ അല്ലെ. ആരോ പറഞ്ഞു, നമ്മ പറഞ്ഞു കോൽക്കളി ഇങ്ങനെ നടക്കാണ്, പൂട്ടിച്ചള വാപ്പ വന്നിട്ട് തുറക്കുക, കാരണം ആ പമ്പും കൂടി കേൾക്കാൻ. പക്ഷെ റേഡിയോ വാപ്പയോട് കാത്തിക്കൂലല്ലോ. അത് ആ സമയമായാലും എന്ത് ചെയ്യും, ഇത് അത്രയും അത്ഭുതമായിരുന്നു. പിന്നെ ടേപ്പ് റെക്കോർഡർ വന്നു. ഇപ്പോഴോ ഇപ്പൊ ഒന്നുമല്ല അല്ലെ. ടെലിവിഷനും ഒക്കെ നമ്മളെ ഈ സാധനത്തിന് എല്ലാം ഇവിടെ റെഡിയാണ്. ഈ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ചിപ്പ് ഘടിപ്പിച്ചാൽ മതിയോ നമ്മളെ കയ്യില്. ചിലപ്പോൾ സ്ക്രീനായിട്ട് എന്ത് ചെയ്യും, നമ്മളെ കൈ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. സ്ക്രീനായിട്ട് നമ്മൾ വെള്ളം ചുമരെന്ത് ചെയ്യും, നമ്മൾ സ്ക്രീനായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രൊജക്ടർ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അതേ രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടെത്തിയാൽ ചിലപ്പോൾ ഒരു ചിപ്പ് നമ്മളെ കൈമറി ഒരു മോതിരം ഇടുന്ന മാതിരി ഒക്കെ ഇട്ടാൽ മതിയാവും. ചിലപ്പോൾ നമ്മളെ കൈവെള്ളം തന്നെ എന്തായിരിക്കും, സ്ക്രീനായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ എന്ത് ചെയ്തേക്കാം, വന്നേക്കാം എന്ന്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും, മാറ്റിമറിക്കപ്പെടും. മത്താണ് പെട്ടെന്ന് ആ സുഖവിഭവങ്ങൾ എന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതാണ് ഇത് ഇല്ലേ. ഇന്നിട്ട ഷർട്ട് നാളേക്ക് എന്ത് ചെയ്യും, ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഇല്ലേ. ആ ഫാഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് മാറും. മത്താളും ദുന്യ അങ്ങനെയാണ്. ഇതാ ഈ ദുനിയാവിലെ വിഭവങ്ങൾ. ഇപ്പൊ ഭക്ഷണം കിട്ടിയാൽ എന്നും ബിരിയാണി കിട്ടിയാൽ അതിനെന്താ ഉള്ളത് അല്ലെ. അതിന് ഒരു പുതുമീടാണ് എന്നും ബിരിയാണി എന്നുള്ളത്. ഒരു ഇണ്ടിക്കാമ്പും ചോറൊക്കെ തിന്നാലും എന്ത് ചെയ്യും, പുതിയാവൂലേ. എന്നും ബിരിയാണി ഇട്ടോടെ അല്ലെങ്കിൽ ഒരു ചക്കക്കൂട്ടാനൊക്കെ കിട്ടിയെങ്കിൽ എന്ത് ചെയ്യും, ആഗ്രഹം തോന്നിപ്പോവും. അപ്പൊ മത്താവും ദുന്യ അങ്ങനെയാണ്. ഇതാ കാലാകാലം അത് സ്ഥിരമായിട്ട് ആസ്വദിച്ച് കഴിയില്ല, അത് പെട്ടെന്ന്. അപ്പൊ എന്തായാലോ ആഖിറത്തിലുള്ള വിഭവങ്ങൾ ഒരിക്കലും മനുഷ്യനെന്തുണ്ടാവില്ല, വെറുപ്പുണ്ടാവും. നല്ല തേനരുവി ഉണ്ട് അവിടെ, നല്ല പാലരുവി ഉണ്ട് അവിടെ, കേടുവരാത്ത ശുദ്ധജലത്തിന്റെ അരുവി ഉണ്ട് അവിടെ, കുടിച്ചാൽ ലഹരി ബാധിക്കാത്ത കള്ളിന്റെ അരുവി ഉണ്ട് അവിടെ. ഇവിടെ പറഞ്ഞേ സൂറത്ത് മുഹമ്മദിൽ കാണാം. മസലുൽ ജന്നത്തിലെത്തി വഴിതൽ മുത്തഖൂൻ എന്ന് പറഞ്ഞിടത്ത് സൂറത്ത് മുഹമ്മദില് ഈ മുത്തഖീകൾക്ക് പിന്നെ അള്ളാഹു വാഗ്ദത്തം നൽകപ്പെട്ട സ്വർഗത്തിന്റെ സിമ്പല് മസലു ഉപമ, പാലരുവി തേനരുവി, കുടിച്ചാൽ പിന്നെ ലഹരി ബാധിക്കാത്ത കള്ളിന്റെ അരുവി, അതുപോലെ ശുദ്ധജലത്തിന്റെ അരുവി. ഇപ്പൊ എത്ര ലിറ്ററിന്റെ വെള്ളം, ഒരു ലിറ്റർ വെള്ളത്തിന് എത്ര, 20 രൂപ കൊടുക്കണം അല്ലേ. അതിനപ്പം നല്ലതാണെന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റൂല അല്ലെ. കുപ്പിവെള്ളം 20 രൂപ. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ വില എത്രയാണ് ആലോചിച്ച് നോക്കിയാൽ. ദിവസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് എത്ര, അള്ളാന്റെ അനുഗ്രഹം എത്രയാണ്. അപ്പൊ അവിടെ ഒരിക്കലും കേടുവരാത്ത നല്ല വെള്ളത്തിന്റെ അരുവി. ഇവിടെ ലഹരി ഉപയോഗിക്കുന്നവന് ബുദ്ധി നഷ്ടപ്പെടും. അതോടുകൂടി പിന്നെ അവരെ ആസ്വദിക്കാൻ കഴിയില്ല. ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കുടിക്കുന്നത്, പക്ഷെ അവരെ ആസ്വദിക്കാൻ കഴിയില്ല. വസ്തുത അങ്ങനെയാണ്. ആസ്വദിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ചെയ്യൂല. പിന്നെ ഓരത് പിന്നെ അനുഭവപ്പെട്ടു എന്ന് പറയാൻ പറ്റൂലല്ലോ. ആലോചിച്ച് നോക്ക്, ആസ്വദിക്കണമെങ്കിൽ ബുദ്ധി വേണം. എന്നാ പരലോകത്തിൽ കള്ളുണ്ട്, പക്ഷെ ബുദ്ധി നഷ്ടപ്പെടൂല. വളരെ യസന്തോളം പറഞ്ഞിട്ടുണ്ട്, തലവേദന ഒന്നും ഉണ്ടാക്കൂല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള വിഭവങ്ങൾ, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, ഇടകള്, നല്ല വസ്ത്രം, നല്ല ആഭരണങ്ങള് ഒന്നും മടുപ്പുളവാക്കാത്തതായിരിക്കും. ദുനിയാവത്തേത് പോലില്ല. ഇവിടെ ഉള്ളതുപോലെ പ്രഷറും ഷുഗറും ഒന്നും എന്തില്ല, അവിടെ ഇല്ല. യഥേഷ്ടം എന്ത് ചെയ്യാവുന്നതാണ്, കഴിക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ അപ്പം ദുനിയാവ് ഒരു മത്താണ്, പെട്ടെന്ന് നശിച്ചു പോകുന്ന വിഭാഗമാണ്. ആഖിറമാണ് എന്നൊന്ന് നിലനിൽക്കുന്നത്. അപ്പൊ ആ ആഖിറം ലഭിക്കണമെങ്കിൽ ഉലുൽ അൽബാബ് ആയിരിക്കണം. ആരാണ് ഉലുൽ അൽബാബ് എന്ന് ഈ സൂറത്തിലെ 19ാമത്തെ ആയത്തിന് ശേഷം ഉലുൽ അൽബാബ് ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഉലുൽ അൽബാബിൽ നമ്മളും കുടുംബമൊക്കെ ഉൾപ്പെടണം. ആ രീതിയിൽ പരിശുദ്ധ ഖുർആനുമായിട്ട് ശക്തമായ ബന്ധം നിലനിർത്തി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാണ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമെന്നാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെല്ലാം പൂർണ്ണമായി ശുദ്ധിയാക്കി കൊടുക്കണമെന്നാണ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമെന്നാണ്. ഫാസിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന്, ഷറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും നീ കാത്തുരക്ഷിക്കണമെന്നാണ്. ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി
ശാശ്വതമായ സമാധാനം അവർക്ക് നീ നൽകണമേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.